ഇതെനിക്കൊരു കസ്റ്റമർ അയച്ചു തന്ന ഹക്കോബയുടെ സ്റ്റിച്ച്ഡ് കുർത്തിയാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചായിരുന്നു എന്നെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ വർക്ക് വേണം. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ താഴ്വശം ഉണ്ടല്ലോ, അതേ ഈ ഒരു ഭാഗത്ത്, അപ്പോൾ ഇവിടെയും വർക്ക് വേണമെന്നാണ് പറഞ്ഞത്. എനിക്കൊരു പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ഫ്ലവർ വർക്ക് വരുന്ന പോലെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ഡിസൈൻ ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഫ്ലവർ അല്ല കേട്ടോ ഇവിടെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ മെറ്റീരിയൽ തന്നെ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ വേറെ ഫ്ലവർ വെച്ചാൽ ഇത് ഓഡായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലവർ തന്നെയാണ് ഞാൻ ഫ്ലവറായിട്ട് എടുത്തേക്കുന്നത്. ബാക്കി പോർഷൻ ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലീഫ് ഞാൻ രണ്ടാമതൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്തെ ലീഫ് വേറൊരു ഷേപ്പാണ്. അപ്പോൾ അതല്ല, നമ്മൾ അതിന് പകരമായിട്ട് വേറൊരു ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലെമൺ യെല്ലോ ആണ്. അപ്പോൾ കോൺട്രാസ്റ്റായിട്ട് കളർ പറഞ്ഞത് പേർപ്പിളിൻ്റെ ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡിൽ ഫ്ലവർ ചെയ്യാമെന്നും ലീഫ് നമുക്ക് ഗ്രീൻ കളർ ചെയ്യാമെന്നുമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന സിൽക്ക് ത്രെഡുകളാണ്. അപ്പോൾ ഗ്രീൻ്റെ 2 കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്, ഡാർക്കും ലൈറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേർപ്പിളിൻ്റെ 2 ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഗ്രീൻ ഷെയ്ഡ് 4 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 8 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിയാണ് കേട്ടോ സിൽക്ക് ത്രെഡ് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ സ്റ്റെമ്മിലൂടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നീഡിൽ ഞാൻ ഇവിടുന്ന് എടുക്കുവാണ്. ഇവിടുന്ന് എടുത്തിട്ട് ആ ലൈനിൽ തന്നെ കുറച്ച് മാറ്റി ഇതുപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. അപ്പോൾ ത്രെഡ് കംപ്ലീറ്റ് ആയിട്ട് വലിക്കേണ്ട, ഇത്രയൊക്കെ വലിച്ചിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നിന്ന് വീണ്ടും നീഡിൽ എടുത്തിട്ട് വേണം ത്രെഡ് വലിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റെം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നീഡിൽ കുറച്ച് താഴെയായിട്ട് വേണം താഴ്ത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ത്രെഡ് പിടിക്കണം. എന്നിട്ട് ഇവിടുന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് വേണം ആ ത്രെഡ് വലിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചല്ല, രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ ഞാൻ നീഡിൽ ഇതുപോലെ ഒന്ന് കടത്തി എടുത്തിട്ടാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3-4 പ്രാവശ്യമെങ്കിലും ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3-4 പ്രാവശ്യം ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്താൽ പിന്നെ അത് മൂവ് ആകത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത വർക്കൊന്നും ഡാമേജ് ആയി പോകില്ല. കുറച്ച് കെയർഫുൾ ആയിരിക്കണം എപ്പോഴും നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പം. ഇനി ലീഫ് വർക്കാണ് ചെയ്യുന്നത്. 4 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 8 സ്റ്റാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് ഇതുപോലെ നീഡിൽ എടുക്കുവാണ്. എടുത്തിട്ട് കുറച്ച് താഴെയായിട്ട് നീഡിലൊന്ന് താഴ്ത്തി കൊടുക്കണം. ഇനി നീഡിലെടുക്കേണ്ടത് ഇവിടുന്ന് എടുത്തിട്ട് കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് വേണം വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നീഡിൽ താഴ്ത്തേണ്ടത് നമ്മൾ നേരത്തെ താഴ്ത്തിയ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ തന്നെയാണ് താഴ്ത്തുന്നത്. ഇനി ലെഫ്റ്റ് റൈറ്റ് ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരണം. അപ്പോൾ ലീഫിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ലീഫ് ഞാൻ 2 കളർ ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ്. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കണം.
ഇനി ഫ്ലവർ വർക്കാണ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ സൈസ് കുറച്ച് വലുതാണല്ലോ, അപ്പം നമുക്കത് ചെറുതായിട്ടൊന്ന് പാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പാർട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കളർ ഷെയ്ഡ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് കേട്ടോ ഇവിടെ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് കേട്ടോ ഇതുപോലെ ഒന്ന് പാർട്ട് ചെയ്ത് കൊടുത്തത്. പേർപ്പിളിൻ്റെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് ഞാൻ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഔട്ടർ ലെയർ ചെയ്യുന്നത്, എന്നിട്ടാണ് ഇൻസൈഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് നിന്നാണ് ഞാൻ നീഡിലെടുക്കാൻ പോകുന്നത്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നീഡിൽ താഴ്ത്തുന്നത് ഈ ഒരു പോയിന്റിലേക്ക് താഴ്ത്തുവാണ്. ഇവിടെ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത് ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന രീതി മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഈ ഫ്ലവറിനാണെങ്കിൽ ഒരു ഔട്ടറായിട്ടൊരു ത്രെഡ് വെച്ചിട്ട് സെൽഫ് ഡിസൈൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ വരുമ്പോൾ നമുക്കൊരു കുറച്ച് എംബോസ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കും കൂടെ വരുന്നതാണ്. അത് അതിലുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ അത് ഫ്ലാറ്റായിട്ടായിരിക്കും വരുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ആദ്യമേ ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് ചെയ്തത്, രണ്ടാമത് ഒരു ഷോർട്ട് സ്റ്റിച്ച് ചെയ്തു, വീണ്ടും ലോങ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി, എന്ന് വെച്ചാൽ ഫില്ലായി. ഇനി അടുത്ത വീണ്ടും ഒരു ഷോർട്ട് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, എന്നിട്ട് അടുത്തത് വീണ്ടും ഒരു ലോങ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഭാഗം കൂടെ ഫില്ലായി പോകും. അപ്പോൾ ഇങ്ങനത്തെ വലിയ ഫ്ലവേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും ചെയ്തെടുക്കേണ്ടത്. ഇനി പേർപ്പിളിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇൻസൈഡും കൂടെ ഫില്ല് ചെയ്തെടുക്കണം.
ഇനി നടുക്ക് വന്നേക്കുന്ന ആ ഗ്യാപ്പിൻ്റെ ആ പോർഷനിൽ യെല്ലോ കളറുള്ള ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുവാണ്. ഫുൾ വർക്ക് കഴിയുമ്പം സ്ലിറ്റിൻ്റെ താഴത്തെ പോർഷനിൽ ഇതുപോലെയാണ് കേട്ടോ വർക്ക് വരുന്നത്. ഷോൾഡർ